സാങ്കേതികവിദ്യയിലും പ്രതിരോധ മേഖലയിലും അതിവേഗം കുതിക്കുകയാണ് ഇന്ത്യ. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരതിലൂടെ ഇന്ത്യ നടത്തുന്ന മുന്നേറ്റങ്ങൾ ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. തേജസ് യുദ്ധവിമാനങ്ങളും INS വിക്രാന്ത് പോലെയുള്ള വിമാനവാഹിനി കപ്പലുകളുമെല്ലാം ശത്രുക്കൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ശക്തിയും കരുത്തും തെളിയിക്കുന്നതാണ്. ഇപ്പോഴിതാ ഈ പ്രതിരോധ നിരയ്ക്ക് കരുത്ത് വർദ്ധിപ്പിക്കുവാൻ ഖട്ടക് പോലെയുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളും കൂടി എത്തുകയാണ്. യുദ്ധരംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഭാവിയിലെ വ്യോമയുദ്ധങ്ങളുടെ സ്വഭാവവും കണക്കിലെടുത്ത് അതിനൂതനമായ സ്റ്റെൽത്ത് ആളില്ലാ വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഏകദേശം 39,000 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഖട്ടക് കേവലം സാങ്കേതിക പരീക്ഷണം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണ സജ്ജമായ സൈനിക പ്ലാറ്റ്ഫോമായി പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. റിമോട്ട് പൈലറ്റ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്ന വിഭാഗത്തിലാണ് ഇപ്പോൾ ഖട്ടക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളിലും മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി പൈലറ്റ് ഇല്ലാതെ ശത്രുമേഖലയിൽ നുഴഞ്ഞുകയറി ആക്രമണം നടത്തുവാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പോലെയുള്ള വരും തലമുറ പോർവിമാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുവാൻ ഖട്ടകിന് സാധിക്കും. അത് ഇന്ത്യയുടെ ആഗോള സൈനിക ശേഷിയെ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ശേഷിയുള്ളതാണ്. റാഫേൽ, ബ്രഹ്മോസ് തുടങ്ങിയ വിശ്വസ്തമായ തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളിൽ നിന്ന് ആർജിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യ പുതിയ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിലേക്ക് കടക്കുന്നത്. ഇതിന്റെ രൂപകൽപ്പന ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ കഴിയുന്ന വിധത്തിലാണ്. ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള വ്യോമാതിർത്തികളിൽ പോലും തടസ്സമില്ലാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ ഇത്തരം ആളില്ലാ വിമാനങ്ങൾക്ക് ശേഷിയുണ്ട്. DRDO വിജയകരമായി പരീക്ഷിച്ച സ്റ്റെൽത്ത് വിംഗ് ഫ്ലൈയിംഗ് ടെസ്റ്റ് ബേർഡ് എന്ന സാങ്കേതിക വിദ്യയുടെ വികസിത രൂപമാണ് ഖട്ടക്. ഓട്ടോണമസ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റങ്ങൾ, ആന്തരിക ആയുധ അറകൾ എന്നിവയാണ് ഈ വിമാനത്തിന്റെ പ്രധാന സവിശേഷതകൾ. വാലില്ലാത്ത പരന്ന ആകൃതിയിലുള്ള ഫ്ലൈയിംഗ് വിംഗ് ഡിസൈൻ ഇതിന്റെ റഡാർ ദൃശ്യപരത വലിയ തോതിൽ കുറയ്ക്കുവാൻ സഹായിക്കും. 60 ഖട്ടക് UCAVകൾ ഏറ്റെടുക്കുന്നതിനായുള്ള ശുപാർശ പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിലവിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഈ പദ്ധതി. ഇത്രയധികം ഡ്രോണുകൾ സേനയുടെ ഭാഗമാകുന്നത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാനും ഇന്ത്യക്ക് സഹായകമാകും. ശത്രുപ്രദേശങ്ങളിലെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ തകർക്കുവാനും ഇലക്ട്രോണിക് യുദ്ധമുറകളിൽ ആക്രമണശേഷി വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് ഖട്ടക് പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ അതീവ അപകടകരമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ഇവയ്ക്ക് സാധിക്കും.